അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഹാഫിൽ എക്സാമിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ഇത് പേപ്പർ 1. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഇത് 2024 ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിലയ്ക്ക് വാങ്ങി മോചിപ്പിച്ചു. ഓപ്ഷൻസ്: ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു. ചരിത്രം: അബൂബക്കർ റളിയല്ലാഹു അൻഹു. 2. കർമ്മം സ്വീകാര്യമാവാൻ വേണം. ഓപ്ഷൻസ്: കിബ്ർ, ഇഖ്ലാസ്, നമീമത്ത്. ചരിത്രം: ഇഖ്ലാസ്. 3. നാവിൻ്റെ ദോഷം. ഓപ്ഷൻസ്: ഉൾനാട്യം, പരിഹാസം, അസൂയ. ചരിത്രം: പരിഹാസം. 4. അല്ലാഹു തആലക്ക് വാജിബായ സിഫത്ത്. ഓപ്ഷൻസ്: അൽ ഇറാദത്ത്, അൽ കറാഹത്ത്, അൽ അജ്സ്. ചരിത്രം: അൽ ഇറാദത്ത്. 5. ഖൈർ ഉണ്ടാകുമ്പോൾ. ഓപ്ഷൻസ്: ക്ഷമിക്കണം, നന്ദി ചെയ്യണം, വിഷമിക്കണം. ചരിത്രം: നന്ദി ചെയ്യണം. 6. പുകഴ്ത്തൽ എന്നർത്ഥം. ഓപ്ഷൻസ്: ഗറള്, ഇഴ്തിലാൽ, സനാൽ. ചരിത്രം: സനാൽ. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 7. നിരീശ്വരവാദിയെ ഉത്തരം മുട്ടിച്ചു. 8. ബൽഖിലെ രാജാവായിരുന്നു. 9. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രൻ. 10. ചെറുപ്പം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ. 11. റോമക്കാരുമായി യുദ്ധം ചെയ്തു. ഇപ്പുറത്ത് നോക്കൂ: എ അലി റളിയല്ലാഹു അൻഹു, ബി അബൂബക്കർ റളിയല്ലാഹു അൻഹു, സി ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു, ഡി ഉസാമ റളിയല്ലാഹു അൻഹു. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതാം. 7. നിരീശ്വരവാദിയെ ഉത്തരം മുട്ടിച്ചു. ചരിത്രം: ഇ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. 8. ബൽഖിലെ രാജാവായിരുന്നു. ചരിത്രം: സി ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു. 9. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രൻ. ചരിത്രം: എ അലി റളിയല്ലാഹു അൻഹു. 10. ചെറുപ്പം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ. ചരിത്രം: ബി അബൂബക്കർ റളിയല്ലാഹു അൻഹു. 11. റോമക്കാരുമായി യുദ്ധം ചെയ്തു. ചരിത്രം: ഡി ഉസാമ റളിയല്ലാഹു അൻഹു. ECA BD. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12. അല്ലാഹു തആലയുടെ ഡാഷ് അനുസരിച്ചാണ് എല്ലാം നടക്കുന്നത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഖദർ. അല്ലാഹു തആലയുടെ ഖദർ അനുസരിച്ചാണ് എല്ലാം നടക്കുന്നത്. 13. ലാ യദ്ഖുലുൽ ജന്നത നമ്മാം. ഡാഷ് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് യേഷണിക്കാരൻ. ലാ യദ്ഖുലുൽ ജന്നത നമ്മാം. യേഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. 14. ഈമാൻ ഡാഷിൽ പരം ശാഖകളാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 70. ഈമാൻ 70 പരം ശാഖകളാണ്. 15. ദാനധർമ്മം ഡാഷിനെ ചുരുക്കുകയില്ല. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സമ്പത്ത്. ദാനധർമ്മം സമ്പത്തിനെ ചുരുക്കുകയില്ല. 16. ഹിജ്റ ഡാഷ് വർഷം വിശുദ്ധ മക്ക ഇസ്ലാമിക രാജ്യത്തിന്റെ ഭാഗമായി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 8. ഹിജ്റ 8 വർഷം വിശുദ്ധ മക്ക ഇസ്ലാമിക രാജ്യത്തിന്റെ ഭാഗമായി. 17. വഖന ബിതർക്കിൽ മുസ്തഹ വൽ ഫാഖിരി ഡാഷ് വമലാബിസിൻ വമനാസില. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മിമ്മത്ത് അമിൻ. വഖന ബിതർക്കിൽ മുസ്തഹ വൽ ഫാഖിരി മിമ്മത്ത് അമിൻ വമലാബിസിൻ വമനാസില. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രാം വയസ്സിൽ വഫാത്തായി? ഉത്തരം 63. 19. കർമ്മം സ്വീകാര്യമാവൽ എന്ന് പരിഗണിച്ചാണ്? ഉത്തരം നിയ്യത്ത്. 20. കോപിക്കാത്തവർക്ക്
എന്ത് കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? ഉത്തരം സ്വർഗം. 21. ഈമാനിൽ ഏറ്റവും ശ്രേഷ്ഠമായത്? ഉത്തരം ലാ ഇലാഹ ഇല്ലല്ലാഹ്. 22. അൽ വുജൂദ് എന്ന സിഫത്തിന്റെ വിപരീതം എന്ത്? ഉത്തരം അൽ അദം. 23. ഓഫീസ് എന്നതിന്റെ അറബി പദം എന്ത്? ഉത്തരം മക്തബ്. ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. എന്തിനാണ് പ്രവാചകർ നിയോഗിതരായത്? ഉത്തരം ഓരോ കാലത്തും ജനങ്ങൾക്ക് നേർവഴി കാണിക്കാനും ഇസ്ലാമിക ജീവിത രീതി പഠിപ്പിക്കാനുമാണ് ഓരോ പ്രവാചകരും നിയോഗിതരായത്. 25. കച്ചവടത്തിൽ പാടില്ലാത്ത 2 കാര്യങ്ങൾ ഏത്? ഉത്തരം ചരക്കിന്റെ ന്യൂനതകൾ മറച്ചു വയ്ക്കുക, നല്ലതും ചീത്തയും ഇടകലർത്തി വിൽക്കുക തുടങ്ങിയവ. 26. ഒന്നിലധികം ഇലാഹുണ്ടായാൽ എന്ത് സംഭവിക്കും? ഉത്തരം ഇലാഹ് ഒന്നിലധികമായാൽ ലോകത്തിന്റെ വ്യവസ്ഥ അവതാളത്തിലാകും, കുഴപ്പമുണ്ടാകും, 2 പേരും അശക്തരാകും. 27. എന്താണ് ഇഖ്ലാസ്? ഉത്തരം ആരാധന ചെയ്യുന്നതിലൂടെ സംരക്ഷകനായ നിന്റെ ഇലാഹിനോടുള്ള സാമീപ്യം മാത്രം ആഗ്രഹിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. 28. സ്വർഗപ്രവേശം ഉറപ്പാക്കി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ 3 കാര്യങ്ങൾ? ഉത്തരം നോമ്പ് അനുഷ്ഠിക്കുക, മയ്യിത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുക, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക മുതലായവ. 29. ഈമാൻ കാര്യങ്ങളിൽ 6-ാമത്തേത് എന്ത്? ഉത്തരം ഈമാൻ കാര്യങ്ങളിൽ 6-ാമത്തേത് ഖദറിൽ വിശ്വസിക്കലാണ്. 30. നല്ല സ്വഭാവങ്ങളിൽ 4 എഴുതുക. ഉത്തരം വിനയം, കാരുണ്യം, സ്നേഹം, ക്ഷമ തുടങ്ങിയവ. 31. അറബിയിൽ എഴുതുക. ഞാൻ വെള്ളിയാഴ്ച വീട്ടിൽ പോകും. അദ്ഹബു ഇലൽ ബൈത്തി യൗമൽ ജുമുഅ. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32. അൽ ഖുലഫാഉർ റാഷിദൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം തങ്ങളുടെ മാതൃക പിൻപറ്റി മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകി ഭരണം നടത്തിയ സ്വഹാബിമാർക്ക് ഖുലഫാഉർ റാഷിദൂൻ എന്ന് പറയുന്നു. അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവരാണ്. ഈ 4 പേരും ഖുറൈശികളാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികളിൽ പ്രമുഖരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും ഉത്തമമായ ഭരണം ഈ 4 ഖലീഫമാരുടേതാണ്. അത് 30 കൊല്ലത്തോളം നീണ്ടുനിന്നു. തഖ്വ, നീതി, ലളിത ജീവിതം, വിനയം, ജനസേവനം മുതലായ സൽഗുണങ്ങളിൽ അവർ 4 പേരും ലോകത്തിന് മാതൃകയാണ്. ദീനി കാര്യങ്ങളിൽ അവർ സൂക്ഷ്മത പുലർത്തി. വിശ്വാസത്തിലോ ആചാരത്തിലോ അളവ് വിട്ടുവീഴ്ച ചെയ്തില്ല. 33. ഖദറിലുള്ള വിശ്വാസം. ഖദറിൽ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. അത് ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. ഖദറിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽ 6-ാമത്തേതാണ്. ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലയുടെ നിശ്ചയമനുസരിച്ചാണ് നടക്കുന്നത്. എല്ലാം അവൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ജനനം, മരണം, രോഗം, ആരോഗ്യം, വളർച്ച, തളർച്ച തുടങ്ങി ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലയുടെ തീരുമാനമനുസരിച്ചാണ് നടക്കുന്നത്. അതിൽ ഖൈറായ കാര്യങ്ങളും ഷർറായ കാര്യങ്ങളും ഉണ്ടായേക്കാം. ഖൈർ ഉണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യണം, ഷർ ഉണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുകയും വേണം. ഇങ്ങനെ ചെയ്യുന്നവരാണ് പരലോകത്ത് ഉന്നത പദവി കൈവരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.